മലകളും ചെങ്കടലും എത്തിച്ചേരുന്നതുവരെ അവർ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ അവർ തമ്പടിച്ചുകൊണ്ട് ഇത്ര വലിയ സമുദ്രം എങ്ങനെ താണ്ടാമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ പുത്രനെക്കുറിച്ചുള്ള അതിയായ ദുഃഖം ഫറവോന് തൻ്റെ കോപം പല മടങ്ങ് വർദ്ധിക്കുവാൻ കാരണമായി. അവൻ തൻ്റെ അടിമകളെ എന്തിനു വിട്ടയച്ചു? രഥങ്ങൾ സജ്ജമാക്കൂ, യൂദരെ പിന്തുടരൂ, പിടിച്ചുകൊണ്ടുവരിക, അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നുകളയുക. രാജാവേ, അവിടുത്തെ കൽപ്പന പോലെ. നോക്കൂ, ഈജിപ്ഷ്യൻ സൈന്യം വരുന്നുണ്ട്. നമ്മൾ ഈ മരുഭൂമിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. മോശ നമ്മളിവിടെ മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ നശിച്ച സ്ഥലത്ത് മരിക്കുന്നതിലും ഭേദം അവിടെ അടിമയെ ജീവിക്കുകയായിരുന്നു. ഈജിപ്ഷ്യൻ സൈന്യം യഹൂദരെ കണ്ടതും മോശെ തങ്ങൾക്ക് ഉണ്ടാക്കിയ കഷ്ടതകളെക്കുറിച്ച് അവർ ഓർക്കുകയും എല്ലാ യഹൂദന്മാരെയും വധിക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഇരുവശങ്ങളിലും മലകളും മുമ്പിൽ മഹാസമുദ്രവും. നാം അകപ്പെട്ടിരിക്കുന്നു. നമ്മെ രക്ഷിക്കാൻ ദൈവത്താൽ പോലും ഇനി ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾ നിൽക്കുന്നയിടത്തിൽ തന്നെ നിൽക്കുവിൻ. ദൈവം നമ്മളെ രക്ഷിക്കും, അവന്റെ ശക്തമായ വഴിയിലൂടെ. ദൈവം പരമോന്റെ ഹൃദയം ഒരിക്കൽ കൂടി കഠിനമാക്കിയിരിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ ഈജിപ്തിയൻ സൈന്യത്തെ കാണാൻ ഇടവരില്ല. ഈജിപ്ഷ്യൻ സൈന്യം യഹൂദന്മാരുടെ മേൽ കുതിക്കാൻ തയ്യാറെടുത്ത വേളയിൽ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നും ഒരു അഗ്നിസ്തംഭം അവർക്ക് മുൻപിലേക്ക് പതിക്കുകയും അവരുടെ പാത തടസ്സപ്പെടുത്തുകയും ചെയ്തു. ആ രാത്രി മുഴുവൻ യഹൂദന്മാർക്ക് വെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ ഈജിപ്ഷ്യൻ സൈനികർക്ക് മുമ്പിൽ കടുത്ത അന്ധകാരം മാത്രം. മോശെ തന്റെ വടിയെടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തി. ഉടനെ ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് കടലിൽ പതിക്കുകയും കടൽ രണ്ടായി പിളർന്ന് കടലിന്റെ നടുവിലായി ഒരു നടപ്പാത രൂപം കൊള്ളുകയും ചെയ്തു. ഇത് അതിഗംഭീരമായ ഒരു അദ്ഭുത കാഴ്ചയായിരുന്നു. ഇസ്രായേലിന്റെ സന്തതികൾ കടലിനു കുറുകെ ഒരു നടപ്പാതയിലൂടെ നടന്നു നീങ്ങുന്നു. ഒരു പക്ഷേ ഭാവിയിൽ അവർക്കായി കടൽ പിളർത്തി നടപ്പാതയുണ്ടാക്കിയ ദൈവത്തെ അവർ പാടി പ്രകീർത്തിക്കുമായിരിക്കും. ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് എല്ലാവരും അറിയണം. അവന്റെ നാമം യഹോവ എന്നാകുന്നു. ഈജിപ്തിൽ നാം കണ്ടിട്ടുള്ള എല്ലാത്തിനെയും മറികടക്കുന്ന ഒന്നാണിത്. നോക്ക്, എല്ലാ ദൈവങ്ങളെക്കാളും ശക്തൻ നമ്മുടെ ദൈവമാണ്. നാം ഇപ്പോൾ ഒരു കടലിന്റെ നടുവിലാണുള്ളത്. ജോസിയ, നിനക്ക് ഭ്രാന്താണോ? മാറവിടുന്ന്, നിനക്ക് നീന്തൽ അറിയില്ല. എനിക്ക് ഈ ഭംഗിയുള്ള മീനിനെ തൊടാൻ തോന്നുന്നു. യഹൂദർ ഏകദേശം മറുകര എത്തിയപ്പോൾ ദൈവം ഈജിപ്ഷ്യൻ സൈന്യത്തെ തടഞ്ഞു നിർത്തിയിരുന്ന അഗ്നിസ്തംഭം തിരിച്ചെടുത്തു. കടൽ പിളർന്നത് അവർ കണ്ടിരുന്നില്ല. അതിനാൽ അവർ ഉടനടി കടൽപാതയിലൂടെ യഹൂദർക്ക് പുറകെ പാഞ്ഞെടുത്തു. മുമ്പോട്ട്, യഹൂദരെ കൊന്നു തള്ളൂ! ഇന്ന് നിങ്ങൾ യഹോവയുടെ ശക്തി കണ്ടുവല്ലോ. നോക്കൂ, കടൽ വെള്ളം തിരികെ വരികയാണ്. അവരെല്ലാരും മുങ്ങി മരിക്കും. ഒന്നൊഴിയാതെ എല്ലാ ഈജിപ്ഷ്യൻ സൈനികരും കടലിൽ മുങ്ങി മരിച്ചു. കല്ലാലും മരത്താലും ഉണ്ടാക്കിയ അവരുടെ ദൈവങ്ങൾക്ക് അവരെ രക്ഷിക്കാനായില്ല. ആ ശവശരീരങ്ങളിലേക്ക് നോക്കൂ. കടൽ മുഴുവൻ ഈജിപ്ഷ്യൻ സൈന്യങ്ങളുടെ ശവശരീരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഉറപ്പായി യഹോവ മാത്രമാണ് ഒരേ ഒരു ദൈവം. ഇങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യാൻ മറ്റാരെ കൊണ്ടും സാധിക്കുകയില്ല. ഈ ഒരു ദിവസം നാം എന്നേക്കും ഓർത്തിരിക്കും. ഈജിപ്ഷ്യൻ സൈനികരുടെ ശവശരീരങ്ങളെയും ചെങ്കടലിനെയും പിന്നിലാക്കി യഹൂദ സന്തതികൾ മോശയെയും മേഘത്തെയും പിന്തുടർന്ന് മരുഭൂമിയിലൂടെ അനന്തതയിലേക്ക് നടന്നു നീങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവർ ഈജിപ്തിൽ നിന്നും കയ്യിൽ കരുതിയ ആഹാര സാധനങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്തു. പല നാളുകളുടെ യാത്രയ്ക്കൊടുവിൽ അവരെ നയിച്ചുകൊണ്ടിരുന്ന മേഘം ധാരാളം ജലസ്രോതസ്സുകളുള്ള ഒരിടത്തായി നിന്നു. കയ്യിലുള്ള ഭക്ഷണം തീരുന്നതുവരെ യഹൂദർ അവിടെ തന്നെ തമ്പടിച്ചു. എന്നാൽ കൂടുതൽ ഭക്ഷണം ലഭിക്കുവാൻ അവിടെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഈജിപ്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇതിലും നല്ല ഒരു ജീവിതം നമ്മൾക്കുണ്ടാവുമായിരുന്നു. അടിമകളായിരുന്നുവെങ്കിൽ പോലും നമുക്ക് ഭക്ഷിക്കുവാൻ വേണ്ടുവോളം ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും തന്നെയില്ല. അതെ, നീ ഞങ്ങളെ ഇവിടെ പട്ടിണി കിടത്തി കൊല്ലുവാൻ കൊണ്ടുവന്നതാണോ? നോക്കൂ, നിങ്ങൾ പരാതി ഉന്നയിക്കുന്നത് എനിക്ക് വിരോധമായല്ല, നാം പിന്തുടർന്നെത്തിയ നമ്മുടെ ദൈവത്തിന് വിരോധമായാണ്.
അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അപ്പം പൊഴിയിക്കുമെന്ന് യഹോവ പറയുന്നു. എല്ലാ പ്രഭാതങ്ങളിലും നിലത്തു കൊഴിഞ്ഞു കിടക്കുന്ന അപ്പങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അപ്പങ്ങൾ ശേഖരിച്ച് ഭക്ഷിക്കുക. മോസി എന്താണ് പറഞ്ഞത്? നമ്മൾക്ക് എങ്ങനെ ഭക്ഷണം ലഭിക്കും? നമ്മുടെ മക്കൾ വിശന്ന് കരയുകയാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും രാവിലെ യഹോവ സ്വർഗത്തിൽ നിന്നും അപ്പങ്ങൾ പൊഴിക്കുമെന്നാണ്. സൂര്യൻ ഉദിക്കേണ്ട സമയം ഏതാണ്ടായി കഴിഞ്ഞു. മോശ പറഞ്ഞതുപോലെ അപ്പങ്ങൾ നിലത്ത് കിടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ആകാശത്തിൽ നിന്ന് അപ്പങ്ങൾ പൊഴിയുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ കടൽ പിളർന്ന ഒരു നടപ്പാത ഉണ്ടാക്കിയതിനെക്കുറിച്ചും ഞാൻ കേട്ടിട്ടില്ല. മോശയുടെ ഈ ദൈവമായിരിക്കണം സകല പ്രപഞ്ചത്തിന്റെയും സ്രഷ്ടാവ്. ആ ദൈവത്തിന് ആകാശത്തു നിന്നും അപ്പങ്ങൾ പൊഴിക്കുന്നത് ഒരു കഠിനമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വരൂ, സമയമായി, നമുക്ക് പോയി നോക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ അപ്പങ്ങൾ. നമ്മൾ എന്തിന് സംശയിച്ചു? നോക്കൂ, ഇത് എല്ലായിടത്തുമുണ്ട്. ഓ, ഇതിന് എന്തൊരു സ്വാദാണ്! തേൻ പോലെ മധുരിക്കുന്നു. വാസ്തവമായും യഹോവ തന്നെയാണ് ദൈവം, മോശ അവിടുത്തെ പ്രവാചകനും. അവർ മരുഭൂമിയിൽ ഉണ്ടായിരുന്നിടത്തോളം ദൈവം അവരെ മാലാഖമാരുടെ സ്വർഗീയ ഭക്ഷണം നൽകി പോറ്റി. മേഘം അവർ തമ്പടിച്ചതിന് മുകളിൽ ഉണ്ടായിരുന്നിടത്തോളം യഹൂദർ ആ ജലസ്രോതസ്സിന് സമീപം നിലയുറപ്പിച്ച് സ്വർഗീയ ഭക്ഷണം ഭക്ഷിച്ച് ജീവിച്ചു. പക്ഷേ മേഘം ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ എല്ലാ സാമഗ്രികളും എടുത്തുകൊണ്ട് മേഘത്തെ പിന്തുടർന്ന് മരുഭൂമിയിലൂടെ അനന്തതയിലേക്ക് നടത്തം തുടർന്നു. പക്ഷേ അവരുടെ പക്കലുണ്ടായിരുന്ന വെള്ളം മുഴുവനും തീർന്നുപോയി. അവൻ നമുക്ക് ഭക്ഷിക്കാൻ ഏറെ നൽകി, പക്ഷെ അവൻ നമ്മളെ ദാഹത്താൽ കൊല്ലാൻ പോവുകയാണ്. ഉടനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്റെ കുഞ്ഞുമകൾ മരിച്ചു പോകും. നമ്മൾ ഈജിപ്തിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങും. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാൻ തുടങ്ങും. നിന്റെ തല കല്ലെറിഞ്ഞു തകർക്കുകയാണ് വേണ്ടത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടോ അതോ ഇല്ലയോ? ഞാൻ പോയി യഹോവയോട് സംസാരിക്കട്ടെ. എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം മോശയോട് പറഞ്ഞു. യഹോവയുടെ ശക്തി എന്താണെന്ന് വന്ന് കാണുവിൻ. നിങ്ങൾ അവിടുത്തെയെ വിശ്വസിക്കില്ല. നിങ്ങൾ പഴിക്കുകയും പരാതിപ്പെടുകയുമാണ് ചെയ്തത്. അവിടുന്ന് നിങ്ങൾക്ക് കഴിക്കാൻ അപ്പം നൽകി. ഇപ്പോൾ ഈ ശൂന്യമായ പാറയിൽ നിന്ന് കുടിക്കാൻ വെള്ളവും തരാൻ പോവുകയാണ്. ഒരു നദിയിൽ നിന്ന് എന്ന പോലെ ജലം ഒഴുകിക്കൊണ്ടിരുന്നു. മേഘം പിന്നെയും നീങ്ങുവാൻ തുടങ്ങി. യഹൂദർ സാധന സാമഗ്രികളുമായി മരുഭൂമിയിലൂടെ അതിനെ പിന്തുടർന്ന് സീനായ് എന്നു പേരുള്ള ഒരു മലയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വെച്ച് മോശെ പ്രാർത്ഥിച്ചു. ദൈവം പിന്നെയും അവനോട് സംസാരിച്ചു. ഞാൻ ഈജിപ്ഷ്യൻ സൈന്യത്തിൽ നിന്നും എങ്ങനെ അവരെ രക്ഷിച്ചുവെന്നും എങ്ങനെ അവരെ ഇവിടെ എത്തിച്ചുവെന്നും ഭക്ഷിക്കുവാൻ നൽകിയതിനെക്കുറിച്ചും വെറും ഒരു പാറയിൽ നിന്നും കുടിനീർ നൽകിയതിനെക്കുറിച്ചും നീ അവരെ ഓർമ്മിപ്പിക്കണം. അവർ എന്നെ അനുസരിച്ചാൽ ഈ ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതയെക്കാളും അവർ എനിക്ക് പ്രിയപ്പെട്ടവർ ആയിരിക്കുമെന്ന് നീ അവരോട് പറക. എന്നെ അനുസരിച്ചാൽ അവർ എൻ്റെ പുരോഹിത രാജ്യമായി തീരും. മോശെ, ഞാൻ നിന്നോട് മേഘത്തിൽ നിന്ന് സംസാരിക്കും. അതിനാൽ നിന്റെ ജനങ്ങൾക്ക് എന്നെ കാണുവാനും കേൾക്കുവാനും ഞാനാണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. മോശെ മലയിൽ നിന്നും ഇറങ്ങി വന്ന് ദൈവം അരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞു. ദൈവം പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ അനുസരിക്കാം. പോയി നിങ്ങളുടെ വസ്ത്രവും ശരീരവും കഴുകി വൃത്തിയായി വരുവിൻ. ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ സ്വയം സജ്ജരാകുവിൻ. ഇന്നേക്ക് 3-ാം നാൾ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം അരുളി ചെയ്തതുപോലെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനായി എല്ലാ ജനങ്ങളും 3-ാം നാൾ മലയുടെ ചുറ്റും ഒത്തുകൂടി. വളരെ വിചിത്രമായ ഒരു മേഘം മലയുടെ മുകളിൽ ഇറങ്ങി വന്നു. മോശെ, മലമുകളിലേക്ക് കയറി വരൂ. മോശെ, ഞാനാണ് യഹോവ, നിന്നെ ഈജിപ്തിന്റെ മണ്ണിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന ദൈവം. നീ താഴേക്ക് ചെന്ന് ഈ മലയ്ക്ക് ചുറ്റും ഒരു വലിയ വേലി കെട്ടണം. മറ്റാരെങ്കിലും ഈ മലയിൽ തൊട്ടാൽ അവർ തൽക്ഷണം മരിക്കുന്നതായിരിക്കും.
ഞാൻ നിനക്ക് 10 കൽപ്പനകൾ തരുന്നതാണ്. അവ നീ നിന്റെ ജനത്തോട് പറയണം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്ക. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. കൊല ചെയ്യരുത്. വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്. അയൽക്കാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. അയൽക്കാരന്റെ ഒന്നും മോഹിക്കരുത്. മലയിൽ നിന്നും താഴെ ഇറങ്ങിയ മോശെ ഇസ്രായേലിന്റെ 70 നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി ദൈവത്തിന്റെ കൽപ്പനകളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ 70 പേരും എന്നോടൊപ്പം മലയിലേക്ക് വരണം. ദൈവം എനിക്ക് പ്രത്യക്ഷനായതുപോലെ നിങ്ങൾക്കും പ്രത്യക്ഷനാകും. നിങ്ങൾക്ക് അത് നേരിട്ട് കാണാം. പക്ഷേ അതിനു മുൻപായി ദൈവത്തിന്റെ കൽപ്പനകൾ ഞാനൊരു പുസ്തകത്തിൽ എഴുതണം. അവ വളരെ നല്ല കൽപ്പനകൾ തന്നെയാണ്. നാം അവ പാലിക്കുന്നതായിരിക്കും. മോശെ അതീവ ശ്രദ്ധയോടെ ദൈവം പറഞ്ഞ കൽപ്പനകൾ അതേപടി പുസ്തകത്തിലേക്ക് പകർത്തി. യാതൊരു പിശകും വരാതിരിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം മോശയെ സഹായിച്ചു. മോശെ എഴുതി അവസാനിപ്പിച്ച ശേഷം ജനങ്ങളെ ആകെ വിളിച്ചു ചേർത്ത് അവർക്കായി ദൈവത്തിന്റെ കൽപ്പനകൾ വായിച്ചു. ദൈവം പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഞങ്ങളതെല്ലാം അനുസരിക്കും. അങ്ങനെ ഇസ്രയേൽ മഹാരാജ്യം ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ച് ഒരു ജീവിതം നൽകി ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷിക്കും. അവരോ നേരിന്റെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരണയോടെ പാലിച്ചു. ദൈവം മോശയോട് ഒരു മൃഗബലി നടത്തി അതിന്റെ രക്തം ജനങ്ങളുടെ മേൽ തളിക്കുവാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും പാപികളായിരുന്നു, മരണശിക്ഷ അർഹിക്കുന്നവർ, മോശയും അഹരോനും ഉൾപ്പെടെ. എന്നാൽ ദൈവം വളരെ കരുണയുള്ളവനായിരുന്നു. അവൻ അവർക്ക് ഒരു മോചന മാർഗം നൽകി. നിഷ്കളങ്കമായ ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം സകലരുടെ മേലും തളിക്കുക വഴി ദൈവം അവർക്കേവർക്കും പാപമോചനം നൽകുകയും അവർക്ക് അർഹിക്കുന്ന മരണശിക്ഷ കൊടുക്കാതിരിക്കുകയും ചെയ്തു. മരണമർഹിക്കാത്ത ഒരു ആട്ടിൻകുട്ടി പാപികളായ അവർക്ക് വേണ്ടി അവരുടെ സ്ഥാനത്ത് മരണം വരിച്ചു. പാപമോചനം ലഭിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ 70 പേരും എന്നോടൊപ്പം മലയ്ക്ക് മുകളിൽ വരിക. ദൈവത്തിന്റെ മാഹാത്മ്യം നിങ്ങൾ അവിടെ നേരിൽ കാണും. അങ്ങനെ ഇസ്രയേലിന്റെ 70 നേതാക്കന്മാരും മോശയോടൊപ്പം മലമുകളിലേക്ക് പോയി. അതായത് ദൈവം മോശയോട് സംസാരിച്ച അതേ സ്ഥലത്തേക്ക്. പെട്ടെന്ന് അവർക്ക് മുൻപിൽ ദൈവത്തിന്റെ സിംഹാസനം പ്രത്യക്ഷമായി. ദൈവത്തിന്റെ മഹത്വം! 70 നേതാക്കന്മാർ നോക്കി നിൽക്കെ മോശെ മലമുകളിലേക്ക് കയറുകയും ദൈവത്തിന്റെ മഹത്വപ്രഭയിൽ മറയുകയും ചെയ്തു. എന്തു മനോഹര ദൃശ്യം! ദൈവമഹത്വം! മോശയെപ്പോലെ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചിട്ടുള്ളവർ വേറെ ആരും ഉണ്ടായിരിക്കത്തില്ല. മോശെ, നീ നിന്റെ ആളുകളെ കൊണ്ട് എനിക്ക് വേണ്ടി ഒരു ആരാധനാലയം പണിയണം. ഈ യാഗങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി ഒരു യാഗപീഠവും നിന്റെ എല്ലാ തലമുറകളിലെയും മഹാപുരോഹിതനെ സന്ധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശുദ്ധ ഇടവും ആ ആലയത്തിൽ ഉണ്ടാകണം. ആരാധനാലയം പണി കഴിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നിനക്ക് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ലേവി ഗോത്രത്തിലുള്ളവരായിരിക്കും എന്റെ പുരോഹിതന്മാർ. അഹരോനും അവന് ശേഷം അവന്റെ സന്തതി പരമ്പരകളും എനിക്ക് മഹാപുരോഹിതന്മാരായിരിക്കും. അവർ ജനങ്ങളെ നന്മയുള്ളവരായിരിക്കുവാൻ പഠിപ്പിക്കുകയും ജനങ്ങൾക്കായി അവർ പാപയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. മലമുകളിൽ കാണപ്പെട്ട അഗ്നിയിലേക്ക് അദ്ദേഹം അപ്രത്യക്ഷനായിട്ട് ആഴ്ചകളേറെയായിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അതെ, ഈ മരുഭൂമിയിലേക്ക് നമുക്ക് എന്നേക്കുമായി നിൽക്കാൻ പറ്റില്ല. മോശ നമ്മെ നയിച്ചതുപോലെ നമുക്ക് കെൽപ്പുള്ള ഒരു ദൈവത്തെ വേണം. നമുക്ക് ദൈവത്തിന്റെ ഒരു സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കിയാലോ? മോശ മരിച്ചു കഴിഞ്ഞു. അഹരോൻ നമുക്ക് വേണ്ടി സ്വർണം കൊണ്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി ഈജിപ്തിലേക്ക് നമ്മെ തിരികെ നയിക്കും. നിങ്ങളുടെ സ്വർണം തരൂ. ആ വിഡ്ഢികൾ തങ്ങളുടെ കൈകൊണ്ട് കാളയുടെ രൂപമുണ്ടാക്കി അതിനെ ദൈവമെന്ന് വിളിച്ചു. പാപം ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന സാത്താന്റെ പ്രതിരൂപവും ഒരു കാളയുടേതായിരുന്നു. ആളുകൾക്ക് അതേപ്പറ്റി അറിവില്ലായിരുന്നു എങ്കിൽ പോലും അവരാൽ ആരാധിക്കപ്പെടുവാൻ സാത്താൻ അവർക്ക് പ്രചോദനം നൽകി.
ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം സ്വർണം കൊണ്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ അഹരോൻ അവരെ സഹായിച്ചു. ഇതാണ് ഈജിപ്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകിക്കൊണ്ടുവന്ന ആ ദൈവം. നാളെ ഒരു വലിയ യാഗം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ യഹോവയെ ആരാധിക്കുവാനുള്ള പ്രഖ്യാപനം നമ്മൾ നടത്തണം. അഹരോൻ ഒരു പമ്പര വിഡ്ഢിയായിരുന്നു. ദൈവത്തിന്റെ പ്രതിരൂപം അതല്ല എന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുവാനോ ആരാധിക്കുവാനോ പാടില്ല എന്ന് ദൈവം അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ സങ്കല്പങ്ങളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവർ നൃത്തം ചെയ്യുകയും സ്വയം നഗ്നരാവുകയും ചെയ്തു. അവർ മദ്യപിക്കുകയും വ്യഭിചാരം ചെയ്യുകയും ചെയ്തു. അവരെ ഉന്മൂലനം ചെയ്യുവാനും സാത്താനും പരിവാരങ്ങൾക്കുമായി താൻ ഉണ്ടാക്കിയ അഗ്നിയിലേക്ക് അവരെ വലിച്ചെറിയുവാനും ദൈവം സന്നദ്ധനായി. ദൈവം മോശയോട് പറഞ്ഞു, നീ ഇപ്പോൾ താഴേക്ക് ചെല്ലണം. ജനങ്ങൾ കൊടിയ പാപം ചെയ്തിരിക്കുന്നു. അവർ സ്വയം നഗ്നരായി ഒരു വിഗ്രഹത്തിനു മുമ്പിൽ നൃത്തം ചെയ്യുകയാണ്. ഞാൻ അവരെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യും. അവർ കഠിന ഹൃദയരാണ്. അവർ നേരിന്റെ പാതയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. ജനങ്ങൾ ദൈവത്തെ മറന്ന് വിഗ്രഹമുണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടപ്പോൾ മോശെ അതീവ രോഷാകുലനായി. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. കൽപ്പനകൾ ആലേഖനം ചെയ്ത ശിലാഫലകങ്ങൾ മോശെ കോപത്താൽ തച്ചുടച്ചു. യഹോവയല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുതെന്ന് അവിടുന്ന് പറഞ്ഞതല്ലേ? വെറും ഒരു പ്രതിമയ്ക്ക്, അതും നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയതിന് നിങ്ങളുടെ സൃഷ്ടാവായിരിക്കാൻ സാധിക്കുമോ? മോശെ സ്വർണം കൊണ്ടുള്ള ആ കാളക്കുട്ടിയുടെ പ്രതിമയെ തച്ചുടച്ച് ഭസ്മമാക്കി. നിങ്ങൾ യഹോവയുടെ പക്ഷത്താണെങ്കിൽ എന്നോടൊപ്പം വന്ന് നിൽക്കുക. നിങ്ങൾ ഈജിപ്തിലെ ദൈവങ്ങളെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ നിന്നുകൊള്ളുക. ഞങ്ങൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവത്തെ പിന്തുടർന്നുകൊള്ളാം. ഒരു പ്രതിരൂപമില്ലെങ്കിൽ പോലും ആ ചെങ്കടലിനെ രണ്ടായി പിളർത്തിയ ആ ദൈവത്തെ പിന്തുടരാൻ ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അവർ കൊല്ലപ്പെടണമെന്ന് യഹോവ അരുളിച്ചേരുന്നു. നിങ്ങളുടെ വാളുകൾ എടുക്കൂ. വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന എല്ലാവരെയും വകവരുത്തൂ. മൂവായിരം വിഗ്രഹാരാധികളും വ്യഭിചാരികളും അന്ന് കൊല്ലപ്പെട്ടു. മോശെ വീണ്ടും മലമുകളിലേക്ക് പോവുകയും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ 10 കൽപ്പനകൾ 2 ശിലാഫലകങ്ങളിൽ എഴുതുകയും ചെയ്തു. തിരികെ എത്തിയ മോശെ ജനങ്ങളെ ആ കൽപ്പനകൾ കാണിക്കുകയും അവർ അതെല്ലാം പാലിച്ചുകൊള്ളാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. നിങ്ങൾ ഹൃദയ കാഠിന്യവും മത്സരബുദ്ധിയുള്ളവരുമാണെന്ന് ദൈവം പറയുന്നു. നിങ്ങൾ പാപം ചെയ്ത ഉടനെ നിങ്ങളെ എല്ലാവരെയും കൊന്നുകളയുമെന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങൾക്കായി അവിടുത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് നിങ്ങൾക്ക് പാപമോചനം നൽകുവാൻ പോകുന്നു. യഹോവ തീർച്ചയായും കരുണയുള്ളവനും മാപ്പ് തരുന്നവനുമാണ്. ദൈവം ഒരു സമാഗമന കൂടാരമുണ്ടാക്കുവാൻ എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതുപോലെ നമ്മളതിന്റെ പണി കഴിപ്പിച്ചാൽ ദൈവം നമ്മളെ അവിടെ സന്ധിക്കും. നാം എല്ലാം പാപികളായതിനാൽ ദൈവം അവിടുത്തിങ്കിലേക്കുള്ള ഒരു പാത നമ്മൾക്കായി ഉണ്ടാക്കിയിട്ടുണ്ട്. ലേവി ഗോത്രക്കാർ ദിവസേന രക്തബലി അർപ്പിക്കണം. വർഷത്തിലൊരിക്കൽ നിയമപ്പെട്ടകത്തിന് മേൽ രക്തമൊഴിക്കണം. ആ രക്തം കണ്ട മാത്രയിൽ ഈജിപ്തിൽ നടന്നതുപോലെ അവിടുന്ന് നമുക്ക് പാപമോചനം നൽകുകയും മരണത്തിൽ നിന്നും നമ്മളെ മുക്തരാക്കുകയും ചെയ്യും. ഇത് ദൈവത്തിന്റെ പാപമോചന മാർഗമാണ്. അങ്ങനെ ആരാധനാലയം പണി കഴിക്കപ്പെട്ടു. പുരോഹിതന്മാർ ദിവസേന ബലികൾ അർപ്പിക്കുവാൻ ആരംഭിച്ചു. മൃഗബലി അർപ്പിക്കുന്നവരുടെ വിശ്വാസത്തിൽ സന്തുഷ്ടനായി ദൈവം അവർക്ക് പാപമോചനം നൽകി. പക്ഷേ മരുഭൂമിയിൽ വസിക്കുന്നതിൽ തൃപ്തരല്ലാത്ത ജനങ്ങൾ സദാസമയം പരാതിപ്പെട്ടുകൊണ്ടേയിരുന്നു. അവരുടെ പരാതികളും വിശ്വാസമില്ലായ്മയും മൂലം ദൈവം അവരുടെ മേൽ വിധി പ്രസ്താവിക്കുന്ന ഒരു ദിനം വന്നെത്തി. നോക്കൂ, ഒരുപാട് പാമ്പുകൾ. ദൈവം അനേക വിഷസർപ്പങ്ങളെ അവരുടെ ഭവനങ്ങളിലേക്ക് അയച്ചു, അവരുടെ ചൂടുമാംസം ചീന്തിയെടുക്കുവാൻ. ദൈവം കരുണയുള്ളവനാണ്, എന്നാൽ പാപം ചെയ്ത് എന്നേക്കും ജീവിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അതിവേഗം എല്ലാ ഭവനങ്ങളും വിഷസർപ്പങ്ങളാൽ നിറഞ്ഞു. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. രാത്രിയിൽ അവരുടെ കൂടാരങ്ങളിൽ ചെന്നുപോലും സർപ്പങ്ങൾ അവരെ ആക്രമിച്ചു. എന്നെ രക്ഷിക്കണമേ, എന്നെ പാമ്പ് കടിച്ചു. വേണ്ട.
അയ്യോ ജോബ്! അമ്മേ, തങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലമായി കുട്ടികൾ പോലും യാതന സഹിച്ചു. പാളയമൊട്ടാകെ അവരുടെ വേദനയുടെയും യാതനയുടെയും നിലവിളി ശബ്ദങ്ങൾ മാറ്റൊലിക്കൊണ്ടു. പാപത്തിന്റെ ശമ്പളം അതിഭയങ്കരമാണ്. പാളയമൊട്ടാകെ ഇതാണ് അവസ്ഥ. മാത്രമല്ല, നിമിഷം തോറും അതികഠിനമായിക്കൊണ്ടിരിക്കുന്നു. അനവധി ആളുകൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. നാം മോശയെ ഉടനെ കണ്ടുപിടിക്കണം. ഇത് ഉറപ്പായും ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അവിടുന്ന് ജനങ്ങളുടെ പാപം മൂലം കോപാകുലനായിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. ഈ ശിക്ഷയ്ക്ക് നാം അർഹരാണ്. എങ്കിലും അവിടത്തോട് ദയവ് കാട്ടുവാൻ നാം അപേക്ഷിക്കണം. ദൈവം പാപത്തിന്റെ കാര്യത്തിൽ കണിശക്കാരനാണെന്ന് ജനങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കാൻ പോകുന്നത്? അവർ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന ഒരു പരിശുദ്ധ രാജ്യമായി മാറണം. എന്റെ ദൈവമേ, അങ്ങയുടെ ജനത്തോട് കരുണ കാട്ടണമേ. അവരുടെ പാപം പൊറുക്കണമേ. പോകൂ, പോയി പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കൂ. ജനങ്ങളെ കടിച്ച അതേ സർപ്പത്തെ പോലെയൊന്ന്. എല്ലാവർക്കും കാണത്തക്ക വിധം അതിനെ ഒരിടത്തു വെക്കുക. ബാധിക്കപ്പെട്ടവരോട് അതിൽ നോക്കാൻ പറയുക. അപ്പോൾ അവർക്ക് ശാന്തി ലഭിക്കും. ദൈവം ഒരു വഴി തുറന്നിരിക്കുന്നു. പിത്തള സർപ്പത്തെ നോക്കൂ, നിങ്ങൾക്ക് ഉടൻ രോഗശാന്തി ലഭിക്കും. ഇയാൾ അത്യാസന്ന നിലയിലാണ്. ഇല്ല, ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട്. നിന്റെ കണ്ണുകൾ തുറന്നു നോക്കൂ. നോക്കുവിൻ, ജീവിക്കുവിൻ. ഇതൊരു അത്ഭുത പ്രവൃത്തിയാണ്. ഇത് മറ്റുള്ളവരോടും പറയണം. എനിക്കത് സംഭവിച്ചിരിക്കുന്നു. തീർച്ചയായും ഞാനത് മറ്റുള്ളവരോടും പറയും. നോക്കുവിൻ, ജീവിക്കുവിൻ. മറ്റുള്ളവർക്ക് നോക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഒരു തെറ്റായ പ്രത്യാശ അയാൾക്ക് കൊടുക്കുന്നത്? ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കാണാൻ പാടില്ലേ? ഇത്തരം വിഡ്ഢിത്തങ്ങളാൽ എന്നെ ശല്യം ചെയ്യുന്നത് എന്തിനാണ്? ഇദ്ദേഹം മരിച്ചിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ, അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹം ഒരു അഭിമാനിയായിരുന്നു. ജനങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞു. സർപ്പങ്ങളുള്ള ഇടത്തു നിന്നും അവർ മാറി താമസിക്കുകയും ജീവിതം പഴയതുപോലെ ആവുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ പരാജിതരാവുകയും ജനങ്ങളുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. ഇസ്രായേലിന്റെ സന്തതികൾ മേഘത്തെ പിന്തുടർന്നു. ദൈവം അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചു കൊടുത്തു. കുടിക്കുവാൻ ദാഹജലം നൽകി. ദൈവത്തിന് അവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുവാൻ ആവുമായിരുന്നു. എന്നാൽ അവർ അനുസരണമില്ലാത്തവരും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാത്തവരുമായിരുന്നു. അതിനാൽ ദൈവം അവരെ 40 വർഷം മരുഭൂമിയിൽ അലയുവാൻ വിട്ടു. മോശേ, നിന്റെ വിചാരം നീയാണോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്നാണോ? ഞങ്ങളൊക്കെ നിന്നെ പോലെ വിശുദ്ധരാണ്. സഭയിലുള്ള എല്ലാവരും വിശുദ്ധർ തന്നെയാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പാപി പോലും അവശേഷിക്കുന്നില്ല. ദൈവം ഞങ്ങൾക്കിടയിലും വസിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനോ ഞങ്ങളുടെ മേൽ ന്യായാധിപർ ചമയാനോ നിന്റെയോ ആരോന്റെയോ ആവശ്യം ഞങ്ങൾക്കില്ല. നിന്നെപ്പോലെ തീരുമാനമെടുക്കാനുള്ള ശേഷി ഞങ്ങൾക്കുമുണ്ട്. അതെ, കേവലം തുച്ഛമായ കാര്യങ്ങൾക്കായി ദൈവം നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്നതും ഈ മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതുമൊക്കെ എനിക്ക് മടുത്തു. അതെ അതെ, ഇത് മോശയുടെ തെറ്റുകളാണ്. അവന്റെ നിലപാടുകൾ വളരെ വലിയതാണ്. മോശെ സമാഗമന കൂടാരത്തിൽ ചെന്ന് അടുത്തതായി എന്തു ചെയ്യണമെന്ന് ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളി ചെയ്യുന്നു, ലേവിയുടെ പുത്രന്മാരെ, നിങ്ങൾ സ്വയം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവം കൽപ്പിക്കാതെ തന്നെ പുരോഹിത സ്ഥാനം ഏറ്റെടുത്തവർ നിങ്ങൾക്കിടയിലുണ്ട്. നാളെ ആ മഹാപ്രഭു നമുക്കിടയിലുള്ള വിധി പ്രസ്താവിക്കും. ആരൊക്കെയാണ് യഥാർത്ഥ പുരോഹിതന്മാരെന്നും ആരൊക്കെയാണ് പരിശുദ്ധമായവരെന്നും അല്ലാത്തവരെന്നും നാളെ രാവിലെ ആരാധനാലയത്തെങ്കിലേക്ക് വരിക. നിങ്ങളുടെ ധൂപകലശങ്ങളിൽ അഗ്നി നിറച്ച് അവയും കൊണ്ടുവരിക. അടുത്ത ദിവസം നിങ്ങളിൽ വിശുദ്ധിയുണ്ടെന്നും പുരോഹിതന്മാരായി ജനങ്ങളെ ഭരിക്കുവാൻ ശേഷിയുണ്ടെന്നും അവകാശപ്പെടുന്നവർ മുന്നിലോട്ട് വരിക. ദൈവം ഇവിടെ നമ്മെ സന്ധിച്ച് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഇന്നേക്ക് അവിടുത്തെ ശക്തിയും മഹിമയും നാം അനുഭവിച്ചറിയുന്നതായിരിക്കും. ഈ ദുഷ്ടജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. ഇവരെ ഞാൻ നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലുന്നതായിരിക്കും. അവരുടെ കൂടാരങ്ങളിൽ നിന്ന് പോലും അകന്നു നിൽക്കുക. ഇല്ലെങ്കിൽ അവരോടൊപ്പം നിങ്ങളും മരിക്കും.
ഇതാ ഒരു പരീക്ഷണം. ഈ മനുഷ്യർ ഒരു സാധാരണ മരണം വഹിക്കുകയാണെങ്കിൽ ഞാൻ കപടവാദം ഉന്നയിക്കുന്നവനാണെന്നും ദൈവം എന്നിലൂടെ ആശയവിനിമയം നടത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. മറിച്ച് ഭൂമി പിളർന്ന് ഇവരെല്ലാവരും, എല്ലാ വസ്തുക്കളും നരകക്കുഴിയുടെ ആഴങ്ങളിലേക്ക് വീണുപോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരൊക്കെയും ദൈവത്തിനെതിരായി പാപം ചെയ്തവരാണെന്നും അവിടുത്തെ യഥാർത്ഥ പ്രവാചകൻ ഞാനാണെന്നും. പുരോഹിതന്മാർ എന്ന് അവകാശപ്പെട്ടിരുന്ന എല്ലാ മനുഷ്യരെയും നരകത്തിൽ ചെകുത്താന്മാർക്കും സഹചാരികൾക്കുമായി തയ്യാർ ചെയ്യപ്പെട്ട അഗ്നിനാളങ്ങൾ ജീവനോടെ വിഴുങ്ങി. അവരുടെ പിത്തള ധൂപകലശങ്ങൾ ശേഖരിച്ച് അവ കൊണ്ട് യാഗപീഠത്തിന് ഒരു ആഭരണമുണ്ടാക്കൂ. ആ പിത്തള ആഭരണം കാണുന്ന മാത്രയിലൊക്കെ തന്നെ ഈ ദിനം നിങ്ങൾ ഓർമ്മിക്കണം. ദൈവത്തിന്റെ കൽപ്പനകളെ തഴഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ ചമഞ്ഞ ആ മനുഷ്യരുടെ അവസാനത്തെക്കുറിച്ച് ഓർക്കണം. ഇസ്രയേലിന്റെ സന്തതികൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ദിനമായിരുന്നു അത്. മോശെ തന്നെയാണ് തൻ്റെ പ്രവാചകനെന്ന് ദൈവം വ്യക്തമാക്കിയിരുന്നു. അവിടുന്ന് കൽപ്പിച്ചു നിയമിക്കുന്നവർക്ക് മാത്രമേ പുരോഹിതന്മാർ ആവാനും സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ തേജസ് എപ്പോഴും ആ ആരാധനാലയത്തിന് മുകളിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ സോമനസാലെ മോശയെ ആ മരുഭൂമിയിൽ 40 വർഷക്കാലം പിന്തുടർന്നുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ മഹത്വം നമ്മോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. അവിടുന്ന് നമുക്ക് സ്വർഗത്തിൽ നിന്നും അപ്പങ്ങൾ തരുന്നു. ദൈവം അവർക്ക് തുടർച്ചയായി സ്വർഗത്തിൽ നിന്നും അപ്പങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ പാറയിൽ നിന്നുള്ള വെള്ളവും. അഗ്നിസ്തംഭം രാത്രിയിലും മേഘസ്തംഭം പകലിലും അവർക്ക് മേൽ കവചമായി നിലകൊണ്ടു. അവർ ദൈവത്തിന്റെ കൽപ്പനകളുമായി താദാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. മോശയുടെ നിർദ്ദേശപ്രകാരം ആരാധനാലയത്തിൽ പുരോഹിതന്മാർ ദിവസേന യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. മരുഭൂമിയിലെ 40 വർഷങ്ങൾക്കൊടുവിൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ ഓരോരുത്തരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവം മോശയെ മലമുകളിലേക്ക് വിളിച്ചു. അവിടെ ദൈവവുമായി ഒരു അവസാനഘട്ട സംഭാഷണത്തിനൊടുവിൽ മോശ കിടക്കുകയും നിശബ്ദമായി മരണപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചു. അബ്രാഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുത്ത ഭൂമിയിൽ തൻ്റെ ജനങ്ങളെ സന്ധിക്കുന്ന ഒരു സമയം സന്നിഹിതമാകുന്നതുവരെ മോശ ദൈവസന്നിധിയിൽ തന്നെ പാർത്തു. ദൈവമായ യഹോവ അബ്രാഹാമിനോട് തൻ്റെ ജനത്തെ വിട്ട് അവിടുന്ന് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് പോകുവാൻ അരുളി ചെയ്ത് ഏകദേശം 500 വർഷങ്ങൾ കടന്നുപോയി. അബ്രഹാമിനും സാറയ്ക്കും അവരുടെ മകൻ ഇസഹാക്കിൽ നിന്നും ഒരു മഹാരാജ്യം തന്നെ ഉണ്ടാകുമെന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തം അങ്ങനെ നിറവേറപ്പെട്ടു. ഇസ്രയേലെന്ന് മാറ്റി നാമകരണം ചെയ്യപ്പെട്ട യാക്കോബിൻ്റെ 12 പുത്രന്മാരും 12 ഗോത്രങ്ങളായും അനേക ലക്ഷം ജനങ്ങളായും മാറി. അവർ അടിമത്തരത്തിലൂടെ കടന്നുപോയി. മോശയോടൊപ്പം മരുഭൂമിയിൽ അലഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചു. അങ്ങനെ അവസാനം അവർ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. മരുഭൂമി യാത്രയ്ക്കിടയിൽ എല്ലായിടത്തും മോശയോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഒരു ചെറുബാലൻ എങ്ങനെ ഇസ്രയേൽ മഹാരാജ്യത്തെ നയിക്കണമെന്ന് പഠിച്ചുകൊണ്ടേയിരുന്നു. ആ ചെറുബാലൻ വളർന്ന് ഒരു അതിശക്തനായ യോദ്ധാവായി മാറിയിരുന്നു. അവൻ്റെ പേരാണ് ജോഷുവ. മോശ ദൈവത്തെങ്കിലേക്ക് എടുക്കപ്പെട്ട ശേഷം ജനതയെ ദൈവം അബ്രാഹാമിന് വാഗ്ദാനം ചെയ്ത ഭൂമിയിലേക്ക് നയിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു ജോഷുവ. അന്യദേശത്ത് അവർ അന്യരായി ജീവിക്കുമെന്നും 400 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പൂർവികരുടെ ദേശത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്നുമുള്ള ദൈവത്തിൻ്റെ പ്രവചനം ജനങ്ങൾ ഓർത്തു. ദൈവം തൻ്റെ വാക്കു പാലിച്ചിരിക്കുന്നു. അവർ യോർദാന്റെ മണ്ണിലെത്തിയതും സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിയുന്നത് നിൽക്കുകയും അവർ തോട്ടത്തിൽ നിന്നും ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കുകയും ചെയ്തു. പ്രിയനെ, എന്തൊരു മനോഹരമായ ഭൂമിയാണ് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. അതെ, നമ്മുടെ കുട്ടികളെ വളർത്തുവാനും അവർക്ക് വിശുദ്ധിയോടും സമാധാനത്തോടും ജീവിക്കുവാൻ പറ്റിയ ഇടം.